ഹലോ ഗായ്സ്, പിന്നെ ഹലോ ഗൈസ്. അപ്പൊ ഇന്ന് ഞങ്ങള് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിട്ട് ചെറിയൊരു പർച്ചേസിന് പോവാ കേട്ടോ. അപ്പം എന്നാ കൂടെ ചെറിയൊരു ബ്ലോഗും കൂടെ എടുത്തേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പൊ സമയം 12:15 അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കണം. പിന്നെ വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പൊ ചെറിയൊരു സൂപ്പർ മാർക്കറ്റിൽ പോകാന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കണേ. പിന്നെ അവിടുന്ന് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോവാനായിട്ടുണ്ട്. അപ്പൊ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നാലേ ഞാൻ ഇടുന്ന നല്ല നല്ല വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അത് പറ. പറ, ഞാൻ ഹായ് പറഞ്ഞു. അപ്പം അങ്ങനെ നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. അപ്പം ഏകദേശം ഒരു 12-12:15 ആയിട്ടുണ്ടായിരുന്നു സമയം. അപ്പോഴാണ് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ മസാല ദോശയാണ് മേടിച്ച, ഏട്ടൻ പൊറോട്ടയും. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നേരെ നമ്മൾ യാത്ര തിരിച്ചു. അങ്ങനെ ഇത് ഏറ്റുമാനൂരമ്പലാട്ടോ. നമ്മൾ ഏറ്റുമാനൂരുള്ളൊരു സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. അപ്പം അവിടെ ഇറങ്ങി ഞാൻ കാണിക്ക് പൈസ എല്ലാം ഇട്ടാൽ നേരെ തിരിച്ചു വന്നു. അങ്ങനെ നമ്മുടെ സൂപ്പർ മാർക്കറ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ്, ഏറ്റുമാനൂരുള്ളതാണ്. ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ വരാറുണ്ട്. ഞങ്ങൾ ഇടയ്ക്കൊക്കെ വരുമ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാട്ടോ. വണ്ടിയൊന്നും ഇടാനുള്ള സൗകര്യമൊന്നുമില്ല. ഇന്ന് പക്ഷേ തിരക്ക് വളരെ കുറവായിരുന്നു. ഞങ്ങൾക്ക് വണ്ടിയൊക്കെ ഇടാനായിട്ടൊക്കെ പറ്റി. പിന്നെയും ഇടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ സൂപ്പർ മാർക്കറ്റിൻ്റെ അകത്തേക്ക് കയറുവാണേ. സൂപ്പർ മാർക്കറ്റിൽ വരുന്ന 2 കുട്ടികൾക്കും വളരെ ഇഷ്ടമാട്ടോ. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം അവർ പിറക്കി കൊട്ടയ്ക്കകത്തേക്ക് ഇടും. പിന്നെ അതെല്ലാം തിരിച്ച് പിറക്കി വെക്കുകയാണ് ഞങ്ങളുടെ മെയിൻ ജോലി എന്ന് പറയുന്നത്. അങ്ങനെ ഏട്ടൻ എന്താണ് വാങ്ങിക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടി ഇതിങ്ങനെ തപ്പി നടക്കുക കേട്ടോ. ഇപ്പോൾ കല്യാണി മോളെ കൊട്ടയ്ക്കകത്തേക്ക് ഇരുത്തുമ്പം കുഞ്ഞൻ നടക്കും, കുഞ്ഞനെ കൊട്ടയ്ക്കകത്തേക്ക് ഇരുത്തുമ്പോൾ കല്യാണി നടക്കും. അങ്ങനെയാണേ. അല്ലെങ്കിൽ 2 പേരും കൂടെ ഓടി നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് അതിന് മാത്രമേ സമയം കിട്ടത്തുള്ളൂ. അങ്ങനെ നേരെ വാങ്ങിച്ച സാധനങ്ങളെല്ലാം കൂടെ ഏട്ടൻ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ. അപ്പോൾ കല്യാണി മോള് നേരത്തെ ലോലിപ്പോപ്പിൻ്റെ അവിടെ നിന്നത് അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ചെറിയ പ്ലാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാട്ടോ. അങ്ങനെ ഞങ്ങളിത് സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ബില്ലെല്ലാം അടച്ച് നേരെ യാത്ര തിരിച്ചു. അപ്പം നമ്മൾ പിന്നെ പോകാൻ വേണ്ടിയിട്ട് വേറൊരു വഴിയാണ് പ്ലാൻ ചെയ്തത്. അത് നടക്കാതെ വന്നുകൊണ്ട് നമ്മൾ നേരെ നീണ്ടൂർ പാർക്കിലേക്ക് പോകാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ കുട്ടികളെ കുറേ നാളായി നമ്മൾ പാർക്കിലൊക്കെ കൊണ്ടുപോയിട്ട്. അപ്പോൾ അതുകൊണ്ട് കല്യാണി മോളെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പോകുന്ന വഴി അടിപൊളിയായിട്ടത് ആമ്പലൊക്കെ പൂത്ത് നിൽപ്പുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. റോഡിൻ്റെ 2 സൈഡിലും വയലുകളൊക്കെ ആയിട്ട് ഇത് കണ്ടോ. ഇതെന്തോ ഒരു പൂവാട്ടോ ഈ വയലിലൊക്കെ കാണുന്നത്. അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നേ. അങ്ങനെ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴത്തേന് നിറച്ചും താറാവുകൾ, ഈ വെള്ളത്തിൽ കൂടെ താറാവുകൾ ഇങ്ങനെ നീന്തി നടക്കുക കേട്ടോ. 2 കുട്ടികൾക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ താറാവൊക്കെ ഇതിലേക്കൂടെയൊക്കെ ഇങ്ങനെ മുട്ടയിട്ട് ഇവിടുന്നാന്നുകൊണ്ട് നമുക്കൊക്കെ കൂടുതൽ താറാമുട്ട കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പം ഈ ഒരു വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. പക്ഷേ ചെറിയ റോഡായതുകൊണ്ട് നമുക്ക് വണ്ടി ഒരുപാട് നേരം നിർത്തി നമുക്ക് പിള്ളേരെ കാണിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പം അങ്ങനത്തെ ഞങ്ങൾ പിന്നെ അവിടുന്ന് യാത്ര തിരിച്ചു. കുഞ്ഞനാണെങ്കിൽ എൻ്റെ തോളെ കിടന്ന് നല്ല ഉറക്കത്തില്ല കേട്ടോ. കല്യാണി മോളെല്ലാം ആസ്വദിച്ച് പോകുക. നോക്കിയ വൃക്ഷങ്ങളും കേരകളും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ പാർക്കിലെത്തിയതോടുകൂടി കുഞ്ഞൻ്റെ ഉറക്കവും കാര്യങ്ങളെല്ലാം തീർന്നു കേട്ടോ. 2 കുട്ടികളും ഭയങ്കര ഉഷാറായിട്ടോ. കുഞ്ഞപ്പനും അതെ, കല്യാണി മോളും അതെ. പാർക്ക് കണ്ടതോടുകൂടി ഭയങ്കര, അവിടെയാണ് ഒരുപാട് സ്റ്റാച്ചുവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ടൈഗറിൻ്റെയും അങ്ങനെയൊക്കെ. അതുപോലെ ഒരുപാട് മീൻകുളങ്ങൾ. ഇവിടെ മെയിനായിട്ടുള്ളത് മീൻകുളങ്ങളാട്ടോ. അപ്പോൾ ഇത് ടൈഗറിൻ്റെ സ്റ്റാച്ചു ആയിരുന്നു. അപ്പോൾ കുഞ്ഞനും കല്യാണിക്കാണെങ്കിലും അത്യാവശ്യം ഓടി നടക്കാനായിട്ടുള്ള ഒരുപാട് സ്പേസും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു പാർക്കാണേ. അപ്പം ഞാനും ഏട്ടനും കൂടെ ഒരിക്കൽ ഇവിടെ വന്നിട്ടുണ്ട്. പിള്ളേരാദ്യമായിട്ടാട്ടോ ഈ ഒരു പാർക്കിൽ വരുന്നത്. കുഞ്ഞനാണെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് വലിയൊരു ശംഖിൻ്റെ പുറത്താട്ടോ കല്യാണി മോള് ഈ കയറിയിരിക്കുന്നത്. കല്യാണി എങ്ങോട്ട് ഓടണം എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ ഇരിക്കുവാണേ. ഇത് കണ്ടില്ലേ, ഇവരിതിങ്ങോട്ട് പണിതൊക്കെ വെച്ചിരിക്കുന്നതാണ്. എന്ത് രസമാണെന്ന് നോക്കി ഇങ്ങനെയൊക്കെ പണിത് വെച്ചിരിക്കുന്നത്. 3 ജിറാഫുകളും ഒരു ചെന്നായയാന്ന് തോന്നുന്നു, കുറുക്കനാ കേട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഒരു ഗുഹ, ആ ഒരു ഫീല് തന്നെ. പിന്നെ നേരെ പോയത് പിള്ളേർ കളിക്കുന്ന സ്ഥലത്തേക്കാണ്. ഇപ്പം ഇത് കല്യാണിമോള് കളിക്കുന്ന ഈ ഊർന്നിറങ്ങുന്നൊരു സാധനം കേട്ടോ. അത് പിന്നെ പുഴു പോലെ ഇരിക്കുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇത് കല്യാണി ഊർന്നുവനുണ്ട്.
ഊര് രണ്ട് കൈ ഒരു കൈ കൊണ്ടൊക്കെ സാധാരണ. അപ്പം ഈ ഒരു കീക്കി ഒച്ച കേൾക്കുന്നത് നമ്മുടെ കുഞ്ഞൻ്റെ ചെരുപ്പിൻ്റെ ആട്ടോ. കുഞ്ഞൻ്റെ ചെരുപ്പിൽ നിന്ന് കീന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സൗണ്ടാണ് കേൾക്കുന്നത്. അങ്ങനെ കുഞ്ഞനെയും കൊണ്ട് ഞങ്ങൾ കയറ്റാവുന്ന സ്ഥലങ്ങളിലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഊർത്തി ഇറക്കി കളിപ്പിക്കുന്നുണ്ട്. കുഞ്ഞിന് ഊഞ്ഞാലയിലൊക്കെ ഇരുന്ന് ആടാൻ ഭയങ്കര പേടിയാണ്. അപ്പം ഞാൻ ഊഞ്ഞാലാടിയപ്പം എൻ്റെ മടിയിൽ വെച്ചപ്പോഴും കുഞ്ഞന് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. കുഞ്ഞൻ ഈ നിലത്തൂടെ നടക്കുകയുള്ളൂ. ഭയങ്കര പേടിച്ചു തൂറിയാണ് കുഞ്ഞൻ. അപ്പം അങ്ങനെ ഇത് കുട്ടികളുടെ പാർക്കാണ്. അപ്പോൾ അവിടെ കുട്ടികളുടെ പാർക്കുണ്ട്, ഒരുപാട് ആനിമൽസ് ഉണ്ട്, അതുപോലെ കൃഷിയുണ്ട്, മീൻ വളത്തുണ്ട്, താമരയുണ്ട്. അടിപൊളിയാട്ടോ ഇവിടെ. കുറേ നേരം ഒരു ഈവനിങ് സമയത്തൊക്കെ വന്നിരിക്കാനായിട്ടൊക്കെ അടിപൊളിയാണ്. 50 രൂപ എങ്ങാണ്ടാണ് ഇവിടുത്തെ ഒരു ഫീസ് എന്ന് തോന്നുന്നു. എൻട്രി ഫീസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതാ പൈസയൊക്കെ അടച്ചിട്ട് വേണം നമുക്ക് ഇങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട്. കുട്ടികളുടെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ. പാർക്ക് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്താൽ പാർക്കിൽ നിന്ന് കയറത്തില്ല കേട്ടോ. ഒരുപാട് സമയം പാർക്കിൽ കളിച്ചു. പിന്നെ ഈ ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ അവിടെ ജോലി ചെയ്യുന്ന ഏതോ ഒരു ചേച്ചിയുടെ കുട്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ. എന്ത് ചെയ്താൽ പിള്ളേർ 2 പേരും വരത്തില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളത് പിള്ളേരെ ഒരു വെളുത്തി നിർബന്ധിച്ചെടുത്തുകൊണ്ട് പോകുക കേട്ടോ. ഒരുപാട് കാഴ്ചകൾ ഇനിയും കാണാനുണ്ടെന്ന് പറഞ്ഞ്. അപ്പം ഈ വഴിയല്ല പോകുന്നത്, വന്ന വഴി തന്നെ പോകണമെന്ന് വിചാരിച്ച് ഞങ്ങൾ വന്ന വഴിയിലേക്ക് വീണ്ടും എൻട്രിയിലേക്ക് വന്നു കേട്ടോ. അവിടെ വന്നപ്പോഴാണ് അടിപൊളി. ഇത് കണ്ടില്ലേ, ഒരു കൂണിൻ്റെ ചുവട്ടിൽ തവളയും അതുപോലെ ഒരുപാട് ഇത് കണ്ടു. വലിയ ഗാട്ടിയൊക്കെ കേട്ടോ. ഏട്ടൻ്റെയൊക്കെ ഒത്തിരി വലിയ ഗാട്ടിയാണ്. അതുപോലെ മാനുകൾ, നിലത്ത് നിൽക്കുന്ന പക്ഷികൾ, അങ്ങനെ ഒരുപാട് ഈ സ്റ്റാച്ചു ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷികളുടെ. നല്ല രസമുണ്ടായിരുന്നു. ആ പുല്ലിൽ കൂടെ ആണെങ്കിലും കുട്ടികൾക്ക് ഇങ്ങനെ കളിച്ച് നടക്കാനായിട്ടൊക്കെ ഒരു പ്രത്യേക വൈബ് തന്നെയായിരുന്നേ. അപ്പോൾ കുട്ടികൾ എന്തായാലും ഭയങ്കരമായിട്ട് ഹാപ്പിയായി. കല്യാണിമോളും ഭയങ്കര ഹാപ്പി ആയിട്ടോ. അപ്പം ഇതൊരു കുതിരവണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാട്ടോ. ഒരു സ്റ്റാച്ചു പോലെ അതിലൊരു കർഷകനാക്കി ഇരിക്കുന്ന രീതിയിൽ ഉള്ള. ഇത് കുഞ്ഞനോടൊരു ഫോട്ടോ ഫ്രെയിമിൽ നിൽക്കാൻ പറഞ്ഞപ്പോൾ കുഞ്ഞൻ നിൽക്കുന്നതാട്ടോ. പിന്നെ അതുണ്ടോ മരം കൊത്തിയുടെ ഫോട്ടോ. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ചെറിയൊരു താമര ചട്ടിയൊക്കെ വെച്ചിരിക്കുന്നു. നല്ല രസമുണ്ട്. പിന്നെ നമ്മളിത് ഇതിൻ്റെ അകത്തേക്ക് പോന്നു കേട്ടോ. ഒരുപാട് സ്പേസ് ഉണ്ട്. ചുറ്റിക്കറങ്ങി കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്പേസും കാര്യങ്ങളുണ്ട് കേട്ടോ. അതേ ഈ ഓരോ ക്യാരേജ് ഉണ്ട്, അതിൻ്റെ അകത്തേക്ക് ഓരോരോ ബേഡ്സ് ആട്ടോ. ഇത് പ്രാവാണ്. പിന്നെ അത് ഇതിൻ്റെ അകത്ത് നിറച്ചും പക്ഷികൾ എന്തൊക്കെയോ, അതിൻ്റെയൊക്കെ പേരെനിക്കറിയില്ല. അതുപോലെ അതേ ഒരെണ്ണത്തിൻ്റെ അകത്ത് പിന്നെയും നിറച്ചും പല സൈസുള്ള പ്രാവുകൾ. ഇത് ഫുള്ള് ലവ് ബേഡ്സ് ആട്ടോ. അങ്ങനെ ഒരുപാട് ബേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമ്മളതെല്ലാം കണ്ടിട്ട് ഈ വഴി കൂടെ ഓടുവാണേ. അപ്പോൾ ഇത്രയും ചുറ്റിക്കറങ്ങി നടന്നപ്പോൾ തന്നെ മടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ കല്യാണിക്ക് വെള്ളം വേണമെന്നൊക്കെ ആട്ടോ പറഞ്ഞു. അങ്ങനെ നമ്മളത് നേരെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. എന്തെങ്കിലും ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞ് കയറിയത്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഉള്ളൊരു ഷോപ്പാണ്. ഇപ്പം അവിടെ നിന്ന് പുറത്തുനിന്നുള്ള ഫുഡും കാര്യങ്ങളൊന്നും അലൗഡ് ചെയ്യത്തില്ല. നമുക്ക് ഇവിടെ ഇരുന്ന് വേണമെങ്കിൽ കഴിക്കാം. അങ്ങനെ ഞങ്ങളത് 3 നാരങ്ങ വെള്ളം, ഫ്രഷ് ലൈം എല്ലാം പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ അത് കുടിക്കുകയാണ്. അപ്പോൾ അവർ സെർവ് ചെയ്തിട്ടില്ല, നമ്മൾ തന്നെ അതൊക്കെ എടുത്ത് കുടിക്കണം കേട്ടോ. സത്യം പറഞ്ഞാൽ അത് കുടിച്ചപ്പോൾ ഭയങ്കര ഒരു ആശ്വാസമായി. കാരണം അത്രയും വെയിലും കാര്യങ്ങളും അത്യാവശ്യം ഉണ്ടായിരുന്നു. നല്ല ചൂടൊക്കെ ആയിട്ട് അങ്ങനെ ഒരു നാരങ്ങാവെള്ളം കിട്ടിയപ്പോൾ അടിപൊളിയായിരുന്നു. ഒരുപാട് കഴിക്കാനായിട്ട് സ്നാക്സും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇവിടെ ഇങ്ങോട്ട് വാ. ത്തിലേക്ക് വല്ലതും പോകും, പിടിക്കാത്ത കുളത്തിലേക്ക് വല്ലതും പോവും. അപ്പോൾ ഇതൊരു മീൻ കുളാട്ടോ. ഇതിൻ്റെ അകത്ത് നിറച്ച് മീനുകളാണ്. അപ്പോൾ ഏട്ടൻ ഇപ്പോൾ ഈ പോകുന്ന ആ മീനുകൾക്ക് ഫുഡ് മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് നമുക്ക് മീനിൻ്റെ ഫുഡ് മേടിച്ചിട്ട് ഇവർക്ക് തന്നെ കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിറച്ചും ഒരുപാട് മീനുകളാട്ടോ. ചെറിയ മറ്റേ കരിമീൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഓറഞ്ച് കളറും വൈറ്റ് കളറും കറുപ്പും ഒരുപാട് കളറുള്ള മീനുകളുണ്ട്. എനിക്ക് പേരത് ഇതൊക്കെ ഭയങ്കര വലിയ മീനായിട്ടോ. നമ്മുടെ കുഞ്ഞൻ്റെയൊക്കെ അത്രയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വീഡിയോസിൽ അത്രയൊന്നും നമുക്ക് എടുത്തറിയാൻ പറ്റാത്തത് കൊണ്ടാട്ടോ. ഒത്തിരി വലിയ മീനാണേ. അതിൻ്റെ നടുക്കൊക്കെ കാണാൻ ഇതുപോലെ 4 കുതിരയൊക്കെ വരുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ അതേ ഏട്ടൻ മീനുകൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് മീനിന് ഫുഡ് ഇട്ട് കൊടുക്കുവാണേ.
അയ്യോ കാണിക്കും. അപ്പോൾ അങ്ങനെ മീനുകൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തോട്ടോ. എല്ലാം കൂടെ ഭയങ്കര ആർത്തിയോടെ വന്ന് തിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ഒരു വശത്തേക്ക് ഇങ്ങ് വന്നപ്പം ഒത്തിരി മീനുകളുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ അധികം സമയം അവിടെ ചിലവഴിച്ചു എന്ന് പറയാം. കാരണം ഏട്ടൻ ഇതുപോലെയുള്ള മീനും കാര്യങ്ങളൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരെ നടന്നു പോയത് ഈ താമര കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഇതിൽ താമര വിരിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ ഒരു കുളത്തിൽ പോയപ്പോൾ ഇതുണ്ട്, താമരകൾ ഫുള്ള് പൂത്ത് നിൽക്കുക കേട്ടോ. മുട്ടിട്ടതും പൂവായിട്ട് നിൽക്കുന്നതും ഭയങ്കര രസമായിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടി. ഇത്രയും താമരകളെ ഒരുമിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. ഭയങ്കര രസമായിരുന്നു. നോക്കി എന്തോരാന്ന് ഇവിടെ താമര പൂവൊക്കെ വിൽക്കുമെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വാങ്ങിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഏട്ടൻ സമ്മതിച്ചില്ല കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങളിത് താമരയെല്ലാം കണ്ടിട്ട് നേരെ നടന്നു പോരുവാണേ. അപ്പോൾ ഇവിടെ തന്നെ എമ്മു ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര 3 എണ്ണം ഉണ്ടായിരുന്നു. അത്യാവശ്യം വലിയ എമ്മു ആയിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഞാൻ എടുത്താൽ, പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതൊന്നും കണ്ടില്ല. അങ്ങനെ നമ്മളിതേ അടുത്ത ഭാഗത്തേക്ക് പോകുക കേട്ടോ. ഇവിടെ നിറച്ചും കുളങ്ങളാട്ടോ. ഒത്തിരി കുളങ്ങളുണ്ടായിരുന്നേ. ആ കുളങ്ങളിലെല്ലാം നിറച്ചും മീനുകളാട്ടോ. ആ താമരക്കുളമൊക്കെ കണ്ടില്ലേ, അതിലൊക്കെ നിറച്ച് മീനുണ്ടായിരുന്നേ. ഇത് ഈ പാർക്കിൻ്റെ വേറൊരു ഭാഗമാണ്. ഇത് നിറച്ചും പല തരത്തിലുള്ള ബേഡ്സ്, അതായത് ഇത് കാട, ഇത് മുട്ടയിടുന്ന കാട, പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഇറച്ചിക്കാട ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഇറച്ചിക്കാടേനൊക്കെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. പിന്നെ ദേ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ ഉള്ളതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. നമുക്ക് കോഴിയോ താറാവോ അങ്ങനെയൊക്കെ ഉണ്ട്, അതെല്ലാം നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. ഇത് കണ്ടോ, കോഴി തന്നെ പല രീതിയിലുള്ള കോഴികളുണ്ട് കേട്ടോ. ഈ കരിങ്കോഴി, അങ്ങനെയൊക്കെ വാത്ത, താറാവ്, അങ്ങനെ ഫ്ലൈഡക്ക്, അങ്ങനെ ഒരുപാട് ബേഡ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് മണിത്താറാവ്, അങ്ങനെയൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നേ. അപ്പം നമുക്കൊക്കെ ഇത് വേണമെങ്കിൽ ടർക്കി കോഴി ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് വേണമെങ്കിൽ പൈസ കൊടുത്തിട്ട് ഇതുങ്ങളെയൊക്കെ വാങ്ങിക്കാനായിട്ടും ഈ ഒരു പാർക്കിൽ പറ്റും കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങനെ കുറച്ച് നേരം ഇതുങ്ങളൊക്കെ കണ്ടു, പെട്ടെന്ന് തന്നെ പോന്നു അവിടുന്ന്. കാരണം ഈ ബേഡ്സിൻ്റെയൊക്കെ ഭയങ്കര ഒരു സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ. എത്ര ക്ലീൻ ചെയ്തിട്ടെന്ന് പറഞ്ഞാലും ഇതുങ്ങളുടെ ഈ കോഴിയൊക്കെ ഒത്തിരി ഉള്ളപ്പോൾ ഒരു സ്മെല്ലുണ്ടല്ലോ. അപ്പം ആ ഒരു സ്മെല്ല് കാരണം പെട്ടെന്ന് പോകുന്നു കേട്ടോ. കല്യാണിക്കാണ് കോഴി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എന്ത് ചെയ്താൽ വരുന്നില്ലേ. അപ്പം അങ്ങനെ ഞങ്ങൾ അതെല്ലാം കണ്ടിട്ട് അവിടുന്ന് പോന്നു, അടുത്ത സ്ഥലത്തേക്ക് പോകുവാണേ. അപ്പം കല്യാണി മോളെ കൈ പിടിച്ചുകൊണ്ട് വരുമോ, കാരണം കല്യാണിക്ക് ഈ കോഴിയുടെയൊക്കെ പുറകെ നടക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത്രയും നടന്ന് കണ്ടപ്പോൾ ഞങ്ങൾ മടുത്തു കേട്ടോ. ഇനി ഇതെന്ന് പറയുന്നത് ഇവിടുത്തെ ഈ പണ്ട് പുരാതനമായിട്ട് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളല്ലേ, അതൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു മ്യൂസിയം പോലെയാട്ടോ. പണ്ടത്തെ കലങ്ങൾ, ഇത് ഈ കള്ള് ചെത്തിയിരുന്ന സാധനങ്ങൾ, അതുപോലെ ചെമ്പ് കലം, അങ്ങനെ റാന്തലുകൾ, അങ്ങനെ പണ്ട് ഉപയോഗിച്ച സാധനങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടൊരു മ്യൂസിയം പോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിയത്തില്ലല്ലോ. അപ്പം ഇത് നല്ലൊരു കാര്യമാണ്. കാരണം പുതുതലമുറകളൊക്കെ വരുമ്പോൾ അവർക്കിതൊക്കെ കാണാനും ഇതിനെപ്പറ്റിയൊക്കെ അറിയാനും ഒക്കെ സാധിക്കും. അപ്പം അങ്ങനെ ഞങ്ങൾ അതെല്ലാം കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഏട്ടൻ കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടേ. അപ്പം അച്ഛനെ പറ്റില്ലെങ്കിൽ മാറുന്നേക്ക് ഞാനിപ്പോൾ ശരിയാക്കി തരാമെന്ന രീതിയിൽ കല്യാണി മോളാട്ടോ ബോളൊക്കെ മേടിച്ചിരിക്കുന്നത്. അപ്പം ഇവർ കളിക്കുന്ന കണ്ടുകൊണ്ട് 2-3 കുട്ടികളും കൂടെ വന്നിട്ട് ബോളൊക്കെ മേടിച്ച് കളിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഒരു കുറച്ച് നേരം അവിടെ നിന്ന് നമ്മൾ കളിച്ചിട്ട് നമ്മൾ നേരെ പോന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പോരുന്ന വഴിക്കാട്ടോ ഈ ആമേനെ കണ്ടത്. നമ്മൾ ആദ്യം കണ്ടില്ലായിരുന്നു, ആ തവള ഇരുന്നില്ലേ, അതിൻ്റെ ആ ആമയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് പോകുന്നപ്പോഴാണ് കണ്ടത്. അങ്ങനെ ഞങ്ങൾ നേരെ പോന്നു, നമ്മൾ വീട്ടിലേക്ക് ഇനി പോകുവാണേ. അപ്പം ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണേ.